ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ താൻ താമസിക്കുന്ന ഭവനത്തിൻ്റെ മുൻപിലുള്ള റോഡിൽ വെളിച്ചം കുറവായതുകൊണ്ട് വാഹനങ്ങളൊക്കെ പലതും അപകടത്തിൽ പെടുന്നു രാത്രി സമയങ്ങളിൽ എന്ന് കണ്ട് തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു നല്ല വെളിച്ചമുള്ള ഒരു വിളക്ക് അദ്ദേഹം സ്ഥാപിച്ചു. ആ വിളക്ക് കണ്ട് അനേകർക്ക് അപകടം കൂടാതെ കടന്നു പോകുവാൻ കഴിഞ്ഞു. അത് പ്രയോജനപ്പെട്ടവരൊക്കെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഈ വെള്ളിയാഴ്ച ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കൽപ്പിച്ചവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ, എഡിക്കും ബിസിക്കും മധ്യേ, രണ്ട് കള്ളന്മാരുടെ മധ്യേ ഞാനും നിങ്ങളുമൊക്കെ തൂങ്ങേണ്ടിയിരുന്നിടത്ത് ശാന്തമായി സൗമ്യനായി ഒരു വലിയ വെളിച്ചമായി ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. ആ കുരിശിൻ്റെ ചുവട്ടിൽ വളരെ മൗനം വാചാലമായി ഒരമ്മയിരിക്കുന്നു. അനേകർ കരയുന്നുണ്ട്, അനേകർ ആക്രോശിക്കുന്നുണ്ട്, അനേകർ പരിഹസിക്കുന്നുണ്ട്. പക്ഷേ ആ അമ്മ തൻ്റെ ഏക മകൻ്റെ മുഖത്തേക്ക് നോക്കി മൗനമായിരിക്കുന്നു. ആ മൗനം വാചാലമാവുകയാണ്. പ്രിയമുള്ളവരെ, പുൽക്കൂട്ടിൽ കിടത്തിയ തൻ്റെ മകൻ അവിടെ നിന്നിങ്ങോട്ടുള്ളതായ ആ വലിയ യാത്രയുടെ ധന്യമായ നാളുകൾ ഇന്ന് തനിക്ക് മുമ്പിൽ ഒരു കുരിശിൽ ആ മകൻ കിടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ലഭിച്ചതായ അനുഗ്രഹങ്ങളും അനുഭവിച്ചതായ കഷ്ടതകളും പ്രയാസങ്ങളും ഈ മകനോടൊപ്പം ലഭിച്ചതായ സന്തോഷങ്ങളും എല്ലാം അയവിറക്കിക്കൊണ്ട് വളരെ ശാന്തമായി ഒരമ്മയിരിക്കുന്നു. ആ അമ്മയുടെ ഹൃദയം എത്ര ശാന്തമാണ്! ആ അമ്മയുടെ ഇരിപ്പ് കണ്ടുകൊണ്ട് കുരിശിൽ കിടക്കുന്ന ആ മകൻ തൻ്റെ പ്രിയ സ്നേഹിതനും ശിഷ്യനുമായ യോഹന്നാനെ വിളിച്ച് അമ്മയെ ഭരമേൽപ്പിക്കുന്നതും നാം കാണുന്നു. ഈ വെള്ളിയാഴ്ച ആ കുരിശിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. മൗനമായി നമുക്ക് നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അമ്മയുടെ ഉദരത്തിൽ ജനിച്ച നിമിഷം മുതൽ ഇന്ന് വരെ എത്ര കരുതലോടെയാണ് ഈ കർത്താവ് നമ്മളെ പരിപാലിച്ചത്. ആപത്തുകളിലും അനർത്ഥങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലും കഷ്ടതകളിലും എല്ലാം നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോടൊപ്പം സന്തോഷിക്കുകയും ചെയ്ത ആ വലിയ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ, ത്യാഗത്തെ, മൗനത്തെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ആ കുരിശിൻ്റെ ചൂട്ടിൽ ആ അമ്മയെപ്പോലെ ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ഇരിക്കാം. ഇരുളിനെ പഴിച്ചതുകൊണ്ടോ ശപിച്ചതുകൊണ്ടോ പ്രയോജനമില്ല. ഒരു തീപ്പെട്ടിക്കോലിൻ്റെ വെളിച്ചമെങ്കിലും പകരാൻ നമുക്കും കഴിയണം. തമ്പുരാൻ കൊളുത്തി തന്നതായ ആ വലിയ വെളിച്ചം അല്പമെങ്കിലും പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവമേ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളമല്ല. സൂര്യൻ്റെ പ്രകാശം പ്രതികരിക്കുക മാത്രം ചെയ്യുന്നു. ഭൂമി സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് കയറി വരുമ്പോൾ ചന്ദ്രൻ്റെ പ്രകാശം ഇല്ലാതാവും. ഇതുപോലെ ഭൗമിക താല്പര്യങ്ങളും ജഡീക മോഹങ്ങളും നമ്മിലേറി വരുമ്പോൾ യേശുവിൻ്റെ പ്രകാശം നമ്മളിൽ എത്തുന്നതിനും പ്രതിബന്ധമാകുന്നു. നമ്മളിൽ ഉള്ളത് ശോഭിക്കാതെയും ഇരിക്കുന്നു. ആകയാൽ പൂർണ്ണചന്ദ്രനെ പോലെ സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും ശാന്തിയുടെയും നിറനിലാവ് നമ്മിൽ നിന്ന് ഒഴുക്കിപ്പരക്കുവാൻ തക്കവണ്ണം പ്രതിബന്ധങ്ങളെ അകറ്റി നീതിയിൻ സൂര്യനാകുന്ന ക്രിസ്തുവിൻ്റെ പ്രകാശം പൂർണ്ണമായി പ്രതിഫലിക്കുവാൻ സംഗതിയാക്കട്ടെ. ആ കുരിശിലേക്ക് നമുക്ക് നോക്കാം. എത്ര ശാന്തമായി അവിടുന്ന് കൽപ്പിക്കുന്നു, എല്ലാം നിവൃത്തിയായി. രക്ഷകന്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോഴും മൗനമായി നിന്ന പ്രകൃതി എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് രക്ഷകൻ തല ചായ്ച്ചപ്പോൾ പ്രകൃതി മൗനം വെടിഞ്ഞ് ഞെട്ടിവിറച്ചു. പാറകൾ പിളർന്നു, ഖബറുകൾ പൊളിഞ്ഞു, കൊടുമുടികൾ ചിതറി. സൃഷ്ടാവിൻ്റെ നഗ്നത ദർശിക്കുവാൻ സാധിക്കാതെ സൃഷ്ടിയായ സൂര്യൻ കണ്ണടച്ചു. ഭൂതലമെങ്ങും ഇരുട്ടിലായി. പ്രിയമുള്ളവരെ,
ലോകത്തിൻ്റെ വെളിച്ചം. അത് ഇരുട്ടിനെ മാറ്റി പ്രകാശത്തെ തന്ന് അനുഗ്രഹീതമാക്കുന്ന വലിയ കൃപയാകുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ ക്രിസ്തുവിലേക്ക് നമുക്കൊന്ന് നോക്കാം. ശ്രേഷ്ഠമായിരിക്കട്ടെ നമ്മുടെ ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനകൾ. നന്മകൾ നേരുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.